ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇങ്ങനത്തെ ഒരു കോലം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഭ്രാന്തായത് അല്ല, ഇവളുടെ ഭ്രാന്താണ് ഇതൊക്കെ. എന്നെ കൊണ്ട് ഹെയർ ബാൻഡ് ഇടിപ്പിച്ചിട്ട് ക്രിസ്മസ് അല്ലേ, അപ്പൊ അതുകൊണ്ട് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് പൊന്നുവിന്റെ ഐഡിയ ആയിരുന്നു. കറക്റ്റ് ഐഡിയ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഓ ഒങ്ങിക്കോട്ടെ അമ്മര എന്താണാവും മാമന്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊന്നു ഒരു 3 വർഷങ്ങൾക്ക് ശേഷം കേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പൊന്നു കേക്ക് ഉണ്ടാക്കിയിട്ടില്ല അല്ലേ പൊന്ന. അപ്പോൾ 3 വർഷങ്ങൾക്ക് ശേഷം കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇന്ദുജൂടൻ്റെ പല കളികൾ കാണാനും കാണിക്കാനും പൊന്നു ഒരുക്കത്തിലാണ്. ഇന്ന് പോയിട്ട് കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ, വെടിപ്പാവട്ടെ. കേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട്, എങ്ങനെയാവും എന്നൊക്കെ. അവളെ കേക്കിനെ കുറിച്ച് പറയാറുണ്ടെങ്കിൽ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പം ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗ്യാപ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഞങ്ങൾക്കുള്ളൂ, അല്ലാതെ വേറെ ഒരു കുഴപ്പങ്ങളും എനിക്കില്ല. കാരണം ഞങ്ങൾ അത്യാവശ്യം കേക്ക് ഞാൻ പൊന്നുവിൻ്റെ കഴിച്ചതാണ്, വീട്ടുകാർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ കേക്ക് ഉണ്ടാക്കൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. പൊന്നു കാത്തൂര് ഒന്ന് ഉറക്കിയിട്ട് വരട്ടെ, അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് പറഞ്ഞാ കേക്ക് ഉണ്ടാക്കാൻ. പിന്നെ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് നമ്മൾ മിൽക്ക് കേക്ക് ആട്ടാ. അപ്പം അതിന് എൻ്റെ ഒരു എളുപ്പപ്പണിയായിട്ട് ഞാൻ ഇങ്ങനെ നമുക്ക് ഷോപ്പുകളിലൊക്കെ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും, ആമസോണിൽ നിന്നൊക്കെ. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പൊടി മിക്സ് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റിൻ്റെ പൊടി മിക്സ്. അപ്പം ഞാൻ വൈറ്റ് ഫോറസ്റ്റിൻ്റെ പൊടി മിക്സ് ആയിട്ടാണ് മേടിച്ചിരിക്കുന്നത്. നമുക്ക് ബാക്കി എല്ലായിട്ടും മിക്സ് ആക്കേണ്ട കഷ്ടപ്പാടില്ല. നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റ് എടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കിലോയാണ് അവിടെ മേടിച്ചത് തോന്നുന്നു. അവിടെ വലിയ എന്തോ പ്ലാനിങ് നടക്കുകയാണ്. ആളിങ്ങനെ ഒരു അരിപ്പെടുക്കുക. ഈ ചേട്ടൻ എന്താ വരാത്ത? ചേട്ടൻ അടിയുടെ കുറവുണ്ട് കേട്ടോ. വാടേ എവിടേക്ക്? അപ്പുറത്ത് വീട്ടിക്ക പിടി 1000 തരും മാമ. ഇതിപ്പോ എന്താ? ഞാൻ 2 കപ്പ് പൗഡറായിട്ട് എടുക്കണേ. അങ്ങനെ തന്നെ പരിപാടി ചെയ്തോ, പുറത്തേക്ക് കളയാതെ. എവിടുന്ന് എത്ര ചെയ്തിക്കണ? നിന്റെ കൂടെ ഉണ്ടാക്കുമ്പോ എൻ്റെ കല്യാണത്തിന് മുന്നത്തെ ദിവസമായിട്ട് മനുഷ്യൻ പറയണ പറ്റുന്നല്ല. പണി കഴിഞ്ഞു. ഇതുകൊണ്ട് കളഞ്ഞോ, നിലത്ത് വീഴ്ത്താതെ പോണേ. ഇത് നമുക്ക് ഇനി മാറ്റി വയ്ക്കാം. ഇങ്ങനെ നമുക്ക് 2 പാത്രം എടുക്കണം. ഇത് പാത്രം എടുക്കുക. ഇതിൽ നനവോ കാര്യങ്ങളൊന്നും പാടില്ല. ഒന്നിനും പ്ലാസ്റ്റിക് എടുക്കാം അല്ലെങ്കിൽ ചില്ലെടുക്കാം. ഞാനിപ്പോൾ 2ഉം കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ 2 വലിയ ചില്ലിൻ്റെ പാത്രമില്ല, 2 വലിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമില്ല. ഞാൻ മിക്സാക്കി എടുത്തു. കത്തി 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 ഉണ്ണി പൊട്ടാൻ പാടില്ല, ഉണ്ണി പൊട്ടിന് പനിഷ്മെൻ്റാണ്. എന്ത്, ഒന്നും പറയാനില്ലേ? ഇല്ല. നമുക്ക് ഇങ്ങനെ വെള്ള ഉണ്ണി ഇതിൽ ഇത് ഞാൻ ക്ലീൻ ആക്കി കൊണ്ടുവരണം. പണി എനിക്ക് തന്നെയല്ലേ? യെസ്, ഹെൽപ്പർമാർക്കാണ് പണി. ഇങ്ങനെ നമുക്ക് 2 2ആക്കിയിട്ട് വേർതിരിക്കാം. ഓരോ കോഴിമുട്ടയിൽ ഉണ്ണിയും വെള്ളയും വേർതിരിക്കുന്നത് അത്യാവശ്യം നല്ല പണിയാണ്. നല്ല ടെൻഷനും ഉണ്ട് കേട്ടോ. കാരണം ഉണ്ണി പൊട്ടിപ്പോയാൽ കഴിഞ്ഞു. ശരിക്കും എൻ്റെ കറക്റ്റ് ഒരു ലുക്കിൽ കിട്ടണമെങ്കിൽ അങ്ങനെ പൊട്ടാതെ കിട്ടണം. അതിൻ്റെതായിട്ടും നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് പൊട്ടിച്ചിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ കോഴിമുട്ടകൾ തോടിന് ഭയങ്കര ബലമാണ്, പൊട്ടിക്കാൻ നോക്കിയാലും പൊട്ടുന്നില്ല. അങ്ങനെ കുറച്ച് നേരത്തെ കുസ്തിയോടെ നമ്മൾ 4 കോഴിമുട്ടയും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനല്ല പിടിക്കുന്നത് ശരിയില്ലാത്തോണ്ട. പോയി പോയി പോയി. അപ്പൊ ഇത് ആദ്യം മിക്സ് ആക്കിയപ്പോ
ഇത് ആദ്യം മിക്സ് ആക്കിയ പോരെ? കേക്കാല്ല. ആദ്യം തന്നെ മിക്സ് ആക്കിയ പോരേന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞാ മതി. നീ പിടിക്കാത്തതിന്റെ കുഴപ്പാ. ഏട്ടാ എന്നോട് പറയിപ്പിക്കരുത് നിങ്ങള്. നീ പിടിക്കണായിരുന്നു. നീ പിടിക്കാത്ത എന്റെ കുഴപ്പാ. ഇനി നമുക്ക് ആവശ്യം ഇങ്ങനെ ബീറ്ററാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഓൺലൈനിൽ എല്ലാം കിട്ടാനുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ മേടിച്ചത്. അപ്പോൾ അതാ ഇരിക്കണം. ഇനി അവിടെ വെച്ച് നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോഴിമുട്ടയുടെ വെള്ള നന്നായി ബീറ്റ് ചെയ്യണം. കൈ വിടാതെ ബീറ്റ് ചെയ്ത് കൊടുത്ത് ശരിക്കും ഒരു ക്രീം ആ ലുക്കായിട്ട് കിട്ടും കേട്ടോ. ക്രീമിൻ്റെ ലുക്കായി കിട്ടുന്ന വരയ്ക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. കൈയൊന്നും വിടരുത്. നമ്മൾ നല്ല ശ്രദ്ധയോടെ കഷ്ടപ്പെട്ടിന്ന് ബീറ്റ് ചെയ്യണം. അതേപോലെ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ ഇങ്ങനെ പൊന്തി വരില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാത്ത റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട തന്നെ വേണം കേട്ടോ നമുക്ക് ഒരു ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ബീറ്റ് ചെയ്ത് ഇങ്ങനെ ക്രീം രൂപത്തിലാക്കി മാറ്റി വയ്ക്കുക. നമുക്ക് നമ്മളെ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ അത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഏട്ടാ ഞാൻ ഓയിൽ എടുത്തില്ല, ചോദിച്ചാൽ മതി. കുറച്ചുകൂടി തുള്ളിയും കൂടി മതി. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. എനിക്ക് മുട്ടയുടെ മണം തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കാറുണ്ട്. ചിലർക്കത് കുഴപ്പമില്ലാത്തവർക്ക് കുറച്ച് ഒഴിച്ചാൽ മതി. വലിയ കപ്പിൽ 2 കപ്പ് പൗഡർ ആണെങ്കിൽ പൊടിയാണെങ്കിൽ അതിൻ്റെ ചെറിയ പകുതി കപ്പിൽ നമുക്കൊരു ഫുൾ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ മതി. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാൽ ഒഴിക്കണേ കേട്ടാ മതി. ഇതിങ്ങനെ മേടിക്കുന്ന പാലായതുകൊണ്ടാണ് ഞാൻ തിളപ്പിക്കാത്തത്. ഗുഡ് ലൈഫിൻ്റെ പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത പാലുകൾ തിളപ്പിച്ച് ചൂടാറിയതിൻ്റെ ശേഷമാണ് ചെയ്യാൻ. അല്ലാതെ ഇപ്പോൾ കോഴിമുട്ട ഒന്നും ഫ്രിഡ്ജിൽ വെച്ച് പാലെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം കേട്ടോ. ഞാൻ പാലും കൂടി ഒഴിച്ചു കൊടുത്തു. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ചേശ്ശായിട്ട് പൊടി മിക്സ് ചെയ്യാം. ഏട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചേശ്ശെ പൊടിയായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്തുകൊണ്ട് തന്നെ നമ്മളൊരു സൈഡിലേക്ക് മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എല്ലാ സൈഡിലേക്ക് ഇളക്കി അതിൻ്റെ ടേസ്റ്റ് പോവും. ഇതിന് പതുക്കെ ഇളക്കി കട്ടൊന്നും ഇല്ലാതെ സെറ്റാക്കി എടുക്കണം. കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പതുക്കെ വേണം ചെയ്യാൻ. അതും ഒരേ ദശയിലേക്ക് തന്നെ നമ്മൾ ഇതിനെ ഇളക്കി കൊണ്ടു കൊടുക്കണം. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ച് സ്പീഡിലിട്ടുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് തോന്നുന്നത്. അതേപോലെ ഒരു കട്ട പോലും വരാനും പാടില്ല കേട്ടോ. സത്യത്തിൽ എൻ്റെ കേക്കിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ വല്യച്ഛനും വല്യമ്മയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ എന്ത് ഒരു ബർത്ത്ഡേ എന്ത് വന്നാലും ചോദിക്കും, ഈ പ്രാവശ്യം പൊന്നു കേക്ക് ഉണ്ടാക്കിയണേ ചോദിക്കും. പല്ല പറഞ്ഞാൽ പൊന്നുവിൻ്റെ കേക്കിന് അത്ര ടേസ്റ്റുള്ള കേക്ക് വേറെ ഒന്നുമില്ല, പൊന്നുണ്ടാക്കുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോൾ കുറേ നാളായിട്ടൊന്നും ഉണ്ടാക്കാനേ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം ക്രിസ്മസ് ആയിട്ട് ഞാൻ എന്തായാലും ഉണ്ടാക്കാമെന്ന് ഞാൻ തീരുമാനിച്ച ദിവസമാണ്. പലപ്പോഴും നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കാറുണ്ട്, ഉണ്ടാക്കാറില്ല. ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതൊക്കെ സെറ്റ് ആയതിന് ശേഷം നമുക്ക് ഈ ബേസിൽ ഇനി ഇത് കുറച്ച് ശേഷം ഇട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിനിങ്ങനെ ഇതേപോലെ മെല്ലെ ഇളക്കി കൊടുക്കണം. ഇത് യോജിക്കണം. ഏട്ടനായിരുന്നോട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കേണ്ടി നിർബന്ധം. എപ്പോഴും ഉണ്ടാക്കണേ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവനും എൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ മടി കൊണ്ടൊക്കെ മടിയെന്നേക്കാട്ടപ്പുറം നമ്മൾ കാത്തുമ്മേനെ വെച്ച് ഉണ്ടാക്കാൻ എളുപ്പമല്ല. ഇപ്പോൾ ആൾ പാലൂടെയൊക്കെ നിർത്തിയ കാരണം ആൾ ഉറങ്ങി കഴിഞ്ഞാൽ തന്നെ കിടന്ന് ഉറങ്ങിക്കോളും. ആൾ എഴുന്നേറ്റാൽ നമ്മളൊന്ന് പോയിട്ട് തട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ല നമ്മളവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത് ബാക്കി കൊണ്ട് ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് 3 ബെഡ്റൂം ആയാലും കുഴപ്പമില്ല വേറെ. പണ്ട് നമ്മളെ മിക്സ് കറക്റ്റ് ആയിട്ട് കേട്ടോ, തിക്നെസ് ഒക്കെ കറക്റ്റാണ്, ഇങ്ങനെ കിട്ടണം. ഇതുവരെയ്ക്കും ഞാൻ ഉണ്ടാക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, അത് സെറ്റായിട്ടുണ്ട്. കുറേ വർഷങ്ങളായെങ്കിലും ഇതുവരെയ്ക്കും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ആരോടെ പറയണേ? അതൊന്നും ഇതിലല്ല, അതൊക്കെ ക്രീം മിൽക്കാ. ഇത് മിൽക്ക് ക്രീം ആയാലും എൻ്റെ മിൽക്കിലേക്കാണ്, അതല്ല. ഇത് നമുക്ക് ആകെ ഇത്രയ്ക്കേ പറ്റുള്ളൂ. തെറി വിളിക്കണ കണ്ടിട്ടേനെ പറയും. ഫുഡ് ഉണ്ടാക്കുമ്പോ ഒന്നും പറയാൻ പാടില്ല. റെഡി ആയിന് പിന്നെ അത് അവരെ കുറ്റ, പറഞ്ഞ ആൾക്കാരെ കുറ്റാണ്. ഇനി നമുക്ക് ഇങ്ങനെ ആയിക്കോട്ടെ, ഇതിങ്ങനെ ആക്കണം. സെറ്റായിട്ടുണ്ട് നമ്മളെ കേക്കിൻ്റെ ബാറ്റർ. ഇനി നമുക്കിത് ഓവനിലേക്ക് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതായിരിക്കും നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പം അതാ നമ്മളൊരു 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ ഡിഗ്രിയിൽ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 14 സെക്കൻഡിനുള്ളിൽ നമുക്ക് സെറ്റാവും. അത് നമ്മൾ ഈ ബാറ്റർ കയറ്റി വയ്ക്കാം. 7, 6, 5, 4, 3, 2, 1 സെറ്റ്. ഇനി നമുക്ക് വയ്ക്കാം. വെക്കുമ്പോഴാ സൂക്ഷിക്കേണ്ടടാ പൊട്ട. ഇനി അതിൽ തന്നെ നമുക്കൊരു 30 മിനിറ്റ് 10, 20, 30 സ്റ്റാർട്ട്. ഇനി അതിന്നവിടെ ആവട്ടെ. വാ. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അത് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പം മേൽവശം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കുഞ്ഞിനും അച്ഛനും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നത്. അവർ എൻ്റെ വീട്ടിലേക്ക് പോർക്കുളത്തിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവിടെ വെറുതെ ഇരിക്കില്ല, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പതിനാല് വീടെത്തി കുണുക്കനും കുണിക്കിനെ കൊണ്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുകയാണ് ഏട്ടൻ. അപ്പോഴേക്കും കാത്തുമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ വരുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കാത്തുമ്മനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് ആ കുണിക്കും വേഗം കയറി വരുന്നത് നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ കുഞ്ഞിൻ്റെ കവർ എൻ്റെ ഡ്രസ്സുകളാട്ടോ, അത് വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അവളേൽ കൊടുത്തയച്ചത് അമ്മ. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളെ കുഞ്ഞിനും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കേക്കിൻ്റെ സ്പഞ്ചും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 2 കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ കാത്തു അവരുടെ കൂടെ പോയി. കുഞ്ഞ് വന്നപ്പോൾ കാത്തിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ കുറേ നേരം അവൾ കളിച്ചൊക്കെ നടന്നു. അവര് പോവാന്ന് പറഞ്ഞപ്പോൾ അവരെ കൂടെ കയറി പോയിട്ടുണ്ട്. എപ്പോൾ വിളി വരും എന്നാലോചിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇനി അടുത്ത കേക്കിനെല്ലാം കൂടി സെറ്റ് ചെയ്യാം. എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നേരത്തെ അതേ പണി തന്നെയാണ്. വൈറ്റ് ഫോറസ്റ്റിൻ്റെ പൊടി മാറ്റി ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പൊടിയാക്കിയത് മാത്രം, വേറെ ഒന്നുമില്ല. നമുക്കുള്ള കേക്കിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം അല്ലേ? കാത്തു അവിടെ കിടന്ന് ഉറങ്ങുന്നു തോന്നുന്നുണ്ടോ? എനിക്കും വിളിക്കുന്ന തോന്നണം. നോക്കാം, നമുക്കിത് ചെയ്യാം. ഞങ്ങൾ ചെയ്തിട്ട് വേഗം വരാട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ള പരിപാടി, ഇങ്ങനൊരു പാത്രം എടുക്കുക, നിങ്ങൾക്കുള്ള ഇഷ്ടത്തിന് എടുക്കാം. അതിലേക്ക് ഫ്രഷ് ക്രീം, ഇത് ചെറിയ ബോട്ടിലാണ്, ഫുള്ള് ഞാൻ അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മതിയായില്ലെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാം. ഫുള്ള് നമുക്കിനെ ഒഴിച്ചു കൊടുക്കാം.
ഫുൾ ഒഴിച്ചു കൊടുത്തു. മിൽക്ക് മെയ്ഡ്. ഇനി നമുക്ക് ആവശ്യം പാലാണ്. അപ്പോൾ ഇത് പാല് തിളപ്പിച്ച് പകുതിയാക്കി വെച്ച പാലാട്ടോ. അപ്പോൾ ആ പാല് നമ്മൾ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് നോക്കുക. മിൽക്ക് കേക്കത്തെ മിൽക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് മധുരം നോക്കി നോക്കാം. ഞാൻ ഫുൾ പാൽ കൊടുക്കുന്നുണ്ട്. ഏട്ടാടെ കുറച്ചുകൊണ്ട് മിൽക്ക് ഇരിക്കുന്നുണ്ട്, ഫ്രഷ് ക്രീം ഇരിക്കുന്നുണ്ട്, അതെടുത്തോണ്ട് തരും. മിൽക്ക് മെയ്ഡ് ഞാൻ ഇത് ഫുൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 കേക്കിന് ആവശ്യമുള്ള കേട്ടോ ഞാൻ എത്രയ്ക്ക് എടുക്കുന്നത്. എൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുത്തോ. മിൽക്ക് നല്ല ടേസ്റ്റ്, നമുക്ക് നക്കി നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടാ കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് വേണം. ഇതിൽ കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. എന്തായാലും ഇവനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ഇരിക്കണോണ്ട് കുഴപ്പമില്ല. അല്ല ഏട്ടൻ പറയാറുണ്ട് ഇവിടെയിലില്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അത് ഞാനൊരു കുട്ടി സൂപ്പർ മാർക്കറ്റാന്ന് പറയാറുണ്ട്. ഞാനല്ലാതെ ഇങ്ങനെ മേടിച്ചിരിക്കും. ഇപ്പോൾ കാര്യം മനസ്സിലായി. ഞാൻ ഇങ്ങനെ മേടിച്ചിരിക്കുന്ന എൻ്റെ ഗുണം മനസ്സിലായ നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായാ? ഈ പീസ് ചെറുപ്പൊന്ന് ടേസ്റ്റ് നോക്കി വയ്ക്കുക. കയ്യാട്ട്. കുറച്ചുകൂടി വെച്ചോ. മതി മതി മതി. പിന്നെ ഈ മധുരം നമുക്ക് പെട്ടെന്ന് അങ്ങനെ മട്ടിപ്പ് വരില്ല. സെറ്റായിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. ഞാനൊരു വലുതും ചെറുതും മേടിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ചെറുതാ പൊട്ടിക്കണുള്ളൂ. മതിയാവുകയാണെങ്കിൽ പിന്നെ നാളെ അത് എടുക്കാമല്ലോ വെച്ചിട്ട്. അങ്ങനെ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് വാനില എസൻസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും. ഇനി നമുക്കത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നേരത്തെ പണി നമുക്കത് ഉണ്ടെന്ന് ബീറ്റ് ചെയ്ത് സെറ്റായി കിട്ടുന്ന വരയ്ക്ക് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഒരു 11 മിനിറ്റത്തോളം നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും കറക്റ്റ് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനകത്ത് സെറ്റായി കിട്ടുമ്പോഴേക്കും ഞാൻ നമ്മളെ മിൽക്ക് കേക്കിൻ്റെ ബോക്സിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ കേക്കിൻ്റെ പീസുകളൊക്കെ നിരത്തി വെച്ച് കൊടുക്കുക. ഞാനിങ്ങനെ പൊട്ടിച്ച് വെച്ച് കൊടുക്കുക ചെയ്തിരിക്കണ്. കറക്റ്റ് സൈസ് അല്ലാത്തതുകൊണ്ടേ. പിന്നെ നമുക്ക് നന്നായി കുത്തി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കാനും നല്ലൊരു ലൈറ്റ് മധുരം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. കൂടുതലും ഇതിൻ്റെ ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. നമുക്കത് ഇങ്ങനെ വിപ്പിംഗ് ക്രീം കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുൾ ഇങ്ങനെ റൗണ്ടിട്ട് ഡിസൈനാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെയ്യുമ്പോഴേക്കും എനിക്ക് നല്ലോണം ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 1 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ നല്ല മടി പിടിച്ചിട്ട് ഇങ്ങനെ എളുപ്പപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഉള്ളിലേക്ക് പോണ ഭാഗമാണ്. അപ്പോൾ നമുക്കിത് കാണില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് പിസ്തയും അണ്ടിപ്പരിപ്പും പൊടിച്ചിട്ട് കൊടുത്തു. നമ്മൾ വീണ്ടും കേക്ക് വയ്ക്കുക, മിൽക്ക് ഒഴിക്കുക, വീണ്ടും ഇതേപോലെ ക്രീം കൊണ്ട് സെറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ലാസ്റ്റത്തെ ലെയറാണ്. ഇതുകൂടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കുഞ്ഞ് വരുന്നതായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. ആ പോകുന്നത് വീഡിയോ എടുക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്. അതിൻ്റെ ശേഷം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താ പോയി പൊക്കോ
ചിക്കൻ മേടിച്ചിട്ട് വേറെ ഒന്നും കിട്ടും. അപ്പം ഞാൻ പറയാൻ വന്നത്, പിന്നെ അവിടുന്ന് കേക്കൊക്കെ ബേക്ക് ചെയ്ത് സെറ്റ് ചെയ്തു. മിൽക്ക് കേക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് മിൽക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ എൻ്റെ വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി ഇന്ന് ഞാൻ എടുക്കാം. പിന്നെ ക്രീം കേക്ക് ഇന്ന് ഐസ് ചെയ്യുള്ളൂ, സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ ഏകദേശം ഒരു 3 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ പുലർച്ചെ. ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കിടന്നിട്ട് 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോർമലായിട്ട് ഒരു 9 മണി ഒക്കെ ആയി. നല്ല നേരം വീട്ടിൽ കിടന്ന് അപ്പം എഴുന്നേറ്റ് വേഗം കുളിച്ച് പഞ്ചസാര ലൈനൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് പറയുമ്പോ പൊട്ടും. അത് ഞാൻ പഞ്ചസാര ലൈന ആകണ്ട് അടുപ്പത്ത് വെച്ചു. എന്താ പുറത്തത്തെ ശബ്ദം ഒന്നും ഉള്ളിക്ക് എടുക്കുന്ന പോലെ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച ഡ്രസ്സൊക്കെ മാറി നമ്മള് പെട്ടെന്ന് ചിക്കനും ബീഫൊക്കെ മേടിക്കണല്ലോ എന്ന് വിചാരിച്ചാൽ വേഗം പുറത്തിറങ്ങി. ഇറങ്ങിട്ട് ഏട്ടൻ ഡോർ അടയ്ക്കാൻ വേണ്ടി ബാക്കി പോകുന്ന എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അവിടെ പോയപ്പോഴാണ് നമ്മള് ആ ലൈൻ ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ള കേസ് ഓർമ്മ വന്നത്. പോരെ, അതായത് വാലടയ്ക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞു. അപ്പം ഏട്ടൻ പോയി അടച്ചോന്ന് പറഞ്ഞു. പോയപ്പോഴാണ് അത് കണ്ടത്. എന്ത് കണ്ടത്? ലാരിയുടെ പാത്രം കത്തിക്കൊണ്ടിരിക്കുന്നു. പാത്രം കത്തിയിട്ടൊന്നുമില്ല, ലൈന് ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഏട്ടത് ഓഫ് ചെയ്തു വെച്ചു, ഞങ്ങളങ്ങോട്ട് പോകുന്നു. ഇത്രയ്ക്കുള്ളൂ, ഇത് വലിയ കാര്യത്തിൽ പറയാക്ക. അപ്പൊ ഇത് രാവിലെ നമ്മളെ പരിപാടി ചിക്കനും ബീഫൊക്കെ മേടിക്കണം നാളേക്കുള്ളത്. അപ്പൊ ഏട്ട 3 കിലോ വെച്ചിട്ട് 2 കവറിലാക്കുക. ചിക്കൻ ബീഫ് 1 കവറിലാക്കിക്കോ. ഓക്കെ, 3 കിലോ വെച്ചിട്ട് 2 കവറില്. 1 കവറിൽ 4 ആക്കിക്കോ. 2.5. അപ്പൊ ചിക്കനും ബീഫൊക്കെ മേടിക്കാൻ പോയിട്ട് ഞാനിങ്ങനെ ഇരിക്കണം. എനിക്കിഷ്ടമല്ല ഇങ്ങനെ നടന്നു പോകുന്നതൊന്നും. പിന്നെ അവിടെ വരയ്ക്കാണ് നമ്മളെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്ന് വീട് ക്ലീനാക്കി സെറ്റാക്കി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മള് പിന്നെ തിരക്ക് പിടിച്ച സാധനങ്ങൾ മേടിക്കലായിരുന്നു. പച്ചക്കറികളായിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും അങ്ങനെ കുറെ സാധനങ്ങൾ മേടിക്കലും പരിപാടികളും. അതായത് ഇന്നലെ വാങ്ങിച്ച സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വാങ്ങണ ആളെ ഞാൻ ഇന്ന് കാണുന്നത്. അത് തികഞ്ഞില്ലെങ്കിലോ 10 കോഴിമുട്ട വാങ്ങി ഇന്ന് 10 കോഴിമുട്ട. ബാക്കി പറയട്ടെ, അത് തീരും. കേക്കിന് ഉണ്ടാക്കിണ്ട് ഈ മല്ലിച്ചപ്പ് പൊതിനില വേപ്പില എന്തിനെടുത്ത കേക്കിൽ എവിടെ ഇടാനാ? കേക്കിനല്ല, അല്ല ഇന്നലെ വാങ്ങിയത്. എന്നിട്ട് ഇന്ന് വാങ്ങിണ്ടാണ്. ബിരിയാണി വേറെ എവിടെ നോക്കാം. നമ്മള് ആ ഇവിടുത്തില്ലേ, എനിക്ക് സ്കാനർ തരും. നമ്മുടെ കുളത്തിന്റെ അവിടെയുള്ള ബിരിയാണിയുടെ നീ അച്ഛനോണ്ട് പോയില്ലേ? എന്താ ജ്യൂസ്? ഓക്കെ, ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ മേടിച്ചോടുന്ന കവറുകളെല്ലാം അകത്ത് കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യത്തിന് ഏറെ കവറുകൾ ഉണ്ടായിരുന്നു. പിന്നെ 3-4 ട്രിപ്പ് കൊണ്ടാണ് ഇതെല്ലാം എടുത്ത് അകത്ത് കൊണ്ട് വെക്കാൻ പറ്റിയത്. ഇനി നമ്മൾ അടുത്ത പരിപാടി മേടിച്ചതെല്ലാം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കലാണ്. അപ്പോൾ ഇത് ചാക്കിലത്തെ ഇന്നലെ ഞാൻ മേടിച്ചോടുന്ന പച്ചക്കറിയാണ്. അതൊന്നും എനിക്ക് ആക്കി വയ്ക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പോൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ വേപ്പില ഞാൻ കുറച്ചധികം മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കഴുകാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്ത് കഴുകി യൂസ് ചെയ്യുകയാണെങ്കിൽ നാശമാവില്ല. അപ്പം ഞാൻ അങ്ങനെ ഓരോന്നിങ്ങനെ വേപ്പില തണ്ട് ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഫുൾ ഇന്നലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഐസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, റിച്ചിൻ്റെ ആട്ടം എടുത്തിങ്ങനെ. നമുക്ക് ഇത് ബീറ്റ് ചെയ്ത് സെറ്റാക്കാം. അപ്പൊ മനസ്സിലായ പണി എന്താന്ന്? എന്താ അതിന്റെ പ്രത്യേക കഴിവായിട്ട് നമ്മളെ ഏട്ടന് നന്നായി ചെയ്യും. ചെയ്ത പിന്നെ തിരിഞ്ഞു നോക്കണ്ട, അത്ര സെറ്റാ.
കുത്തട്ടെ, എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ. ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കില്ലാട്ടാ, ഞങ്ങൾ പ്രത്യേകിച്ച്. ഇത് നന്നായി വെയിറ്റ് ചെയ്തെടുക്കണം. ഞാൻ മിണ്ടുന്നില്ല, കേൾക്കില്ല. ഇത് നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കിയതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എല്ലാ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുണ്ട്. ഇതെന്തിനാ ചോദിച്ചാൽ എനിക്കതിന് വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്കൊരു പഞ്ചസാരയുടെ കുത്ത് മാറാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ അതിന് നമ്മൾ കേക്ക് സെറ്റാക്കാം. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ മറന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ തെറ്റി ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ക്രീം വറ്റിയിട്ട് നമുക്കതിലേക്ക് കേക്കുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വെച്ചതിൻ്റെ ശേഷം നമുക്കിങ്ങനെ ഒരു ടീസ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് നന്നായി കുത്തി ഓട്ടയാക്കി കൊടുക്കുക. കാരണം ഈ സിറപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പുറത്തെ ഏട്ടൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വീണ്ടും ലായനി ഒഴിച്ച് കൊടുക്കുക. പഞ്ചസാര ലായനി കറക്റ്റ് തന്നെ ഒഴിച്ച് ഫുള്ളും കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും എന്താ നമ്മൾ വിപ്പിംഗ് ക്രീം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടനോട് കാണിച്ചു തരാൻ പറയട്ടോ. ഇങ്ങനെ കമത്തി പിടിച്ചാലും നിലത്ത് വീഴാതെ ഇരിക്കുന്നതാണ് നമ്മളെ വിപ്പിംഗ് ക്രീമിൻ്റെ പാകം. പിന്നെ അത് ഞാനിങ്ങനെ ബാഗിലേക്ക് ആക്കിയതിൻ്റെ ശേഷം ഞാൻ ഫുള്ളും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏട്ടൻ പാട്ട് ഓഫ് ചെയ്യേണ്ടതാണ്. ഞാൻ നമുക്കിങ്ങനെ കറക്റ്റ് ഒപ്പാക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും പിസ്തയും പൊടിച്ചതുണ്ടല്ലോ ഇന്നലത്തെ, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ചോക്ലേറ്റ് വേണം, അണ്ടിപ്പരിപ്പ്, പിസ്ത, അങ്ങനത്തെ ഐറ്റംസ് വേണം. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കേക്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് ഞാനിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഓരോരോ പീസുകളായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മളിങ്ങനെ നിറയെ ഹോളിട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ക്രീം സെറ്റ് ചെയ്യുക. അതൊക്കെ ഞാൻ എന്തോ ഒരു പെട്ടെന്നൊന്നുമില്ല ചെയ്തെടുത്ത്. അതിൻ്റെ ഫിനിഷിങ് കുറവൊക്കെ നന്നായിട്ടുണ്ട്. കാരണം ഇത് രാവിലത്തെ പരിപാടികളാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് അച്ഛനും അമ്മയും ഉണ്ണികളും കുഞ്ഞിനും അച്ഛനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറിയൊരു തപ്പലിൻ്റെ പ്രശ്നം എനിക്കുണ്ട്. കുറേ നാളായാലും നമ്മൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തപ്പലും ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ നോർമലി ഉണ്ടാക്കുന്ന കേക്കിൻ്റെ ലുക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് വെച്ച് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. അതെനിക്കിപ്പോൾ മുറിച്ച് നോക്കാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ മിൽക്ക് കേക്കിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കൊടുക്കാം. കാരണം അത് നമുക്കുള്ളതല്ല, എനിക്കിവിടെ അടിയത്തെ അമ്മച്ചിക്കും കാര്യം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ, കേക്കിൻ്റെ ലുക്ക് എങ്ങനെയാണ്. എനിക്കത് രാത്രി തന്നെ അത് ഐസ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ചെരിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കമ്പ് കുത്തി വയ്ക്കുന്നുണ്ട്. അതും ഞാൻ ചെയ്ത് വെച്ചു അതിൻ്റെ ഇടയിൽ. പിന്നെ അതാ ലാസ്റ്റത്തെ പരിപാടികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതാ പെട്ടെന്ന് തന്നെ ഞാനൊക്കെ സെറ്റാക്കി എടുത്തു. ഒരു 1/2 മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ റെഡ് കളർ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ ക്രിസ്മസിൻ്റെ കേക്കല്ലേ, അപ്പം എൻ്റെ എന്തെങ്കിലും ലുക്ക് വേണ്ടേ എന്ന് വെച്ച് ചെയ്യുന്നതാണ്. ഇതിനും നെഗറ്റീവ് കൊണ്ട് ആൾക്കാർ എന്തായാലും വരും, കളർ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളിങ്ങനെ തീമിനൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഭംഗി പോലെ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ്. ഈ കളറെല്ലാം ഞാൻ ഇന്നലെ പോയിട്ടാണ് മേടിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ കളറുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ ഇളക്കി സെറ്റാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടനോട്. ഞാൻ അപ്പുറത്തേക്ക് കേക്ക് ഐസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ക്രീമെല്ലാം കറക്റ്റാക്കിയ രൂപത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം എൻ്റെ ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ഞാനൊരു ഇങ്ങനെ കറക്റ്റ് ഒപ്പാക്കാൻ വേണ്ടി അത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് ഞാനൊരു ഡിസൈനാക്കി മാറ്റിയെടുത്തു. അപ്പോൾ ഏട്ടനും പറഞ്ഞിട്ട് ഏട്ടനും നല്ല ഇഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ ഞാൻ ഇത്രയ്ക്ക് മതി, ഇനി ഇതുമൊന്നും ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി. ഇനി നമുക്ക് അടുത്ത പരിപാടി അപ്പൂപ്പൻ്റെ തൊപ്പി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ റെഡ് ക്രീം കൊണ്ട് ഒരു തൊപ്പിയിലൊക്കെ ഷേപ്പിൽ ഏകദേശം ഇങ്ങനെ ക്രീം കൊണ്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ മനസ്സിൽ തോന്നിയ കുഞ്ഞു ഐഡിയകളും
എൻ്റെ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഞാനിതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഏട്ടൻ പറഞ്ഞു അവിടെ ഇല്ലയെന്ന് പറഞ്ഞു കുറച്ച് ഇട്ട് കൊടുത്താണ്, പക്ഷെ അത് കുറച്ചധികം കൂടി പോയിട്ട് ഞാൻ ക്രീം എടുത്ത് കളയേണ്ടി വന്നു. പിന്നെ അതായി അപ്പൂപ്പനെ ചുണ്ട് വരച്ചെടുക്കാൻ നോക്കിയതാണ്, അത് ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ടായിരുന്നു. അച്ചു പറഞ്ഞല്ലേ ഒരു ജോക്കറിൻ്റെ ഷേപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അവിടെ വിട്ടിട്ട് ഞാൻ വീണ്ടും സെറ്റ് ചെയ്യാൻ തുടങ്ങി. കുഴപ്പമില്ല സെറ്റായിട്ടാ. 3 വർഷത്തിൻ്റെ പേടി എനിക്കുണ്ടായിരുന്നു. ഹലോ, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചതാ. എങ്ങനെയുണ്ട് പറ, എന്തായിട്ട് തോന്നണേ? ഇത് അപ്പൂപ്പനാണ് മണ്ടന്മാരെ. നിങ്ങാര് തോന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയണം, അല്ലെങ്കിൽ ബീഫിൽ ഞാൻ എലിവശം ചേർക്കും. അതാ ചോക്ലേറ്റ് കുറച്ച് അതെനിക്ക് മടിയാ. സെറ്റായില്ലേ? കുഞ്ഞനെന്റെ അനീതി കാണിച്ചു കൊടുത്തത് നിങ്ങളൊക്കെ കുറ്റം പറയുന്ന ആൾക്കാർ. എന്റെ അനീതിയോ? കുഞ്ഞനോടാ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ആ വായര വശം മാത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് ചതിച്ചു, ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ല, സെറ്റായില്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇത്രയ്ക്കുള്ളൂ. ബൈ.